ഹായ് ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സഹകാരിയുടെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ 2026 സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ. അപ്പോൾ നമ്മൾ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടമാണ് അല്ലേ. നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് 40/2024 ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു ഇല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റി രൂപീകരിച്ചത് ആരൊക്കെയാണ്? അതായത് മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായിട്ട് സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. അതെന്താണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ. അടുത്തത്, ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു എന്നുള്ളത് ശരിയായ വസ്തുതയാണ് അല്ലെ. അടുത്തത്, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. അതും ശരിയാണ്. അതായത് 32 തുടങ്ങി 32 സെപ്റ്റംബർ 22 തുടങ്ങി 32 ഒക്ടോബർ 2 അവസാനിപ്പിച്ചു. അടുത്തത്, പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക്, അതായത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കാൽനട പ്രചാരണ ജാഥ നേതൃത്വം കൊടുത്തത് ആരാണ്ടേ? കേളപ്പനല്ല. ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ നായർ ആയിരുന്നു. ആരാണ്? മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. അപ്പോ ഈ ഒരു വസ്തുത എന്താണ്? തെറ്റാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനില് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അപ്പോ ഇതില് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് അല്ലെ. ഐക്യ കേരള പ്രസ്ഥാനമായിട്ട് പറയുമ്പോൾ 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. അതെന്താണ്ട് ശരിയാണ്. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യപടിയായി കണക്കാക്കപ്പെടുന്നു. എന്താണ്? 1949 ജൂലൈ നടന്ന തിരുക്കൊച്ചി സമ്മേളനമാണ് ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ പടി അല്ലെ. അതും ശരിയാണ്. ഇനി മൂന്നാമത്തത്, സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നടേ? അത് KM പണിക്കർ അല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? ഫസൽ അലിയാണ്. ആരാണ്? ഫസൽ അലിയായിരുന്നു. എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയായിരുന്നു. നമ്മുടെ സർദാർ KM പണിക്കർ ഒരു അംഗം മാത്രമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്ട് തെറ്റാണ്. ഓക്കെ, അടുത്തത്, 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അതെല്ലാവർക്കും അറിയാം. അതും ശരിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് 1, 2, 4 ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1, 2, 4 1, 2 ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. എന്താണ് മെർക്കന്റലിസം? എന്താണ് ഈ മെർക്കന്റലിസം എന്ന് പറയുന്നത്? അതായത് കോളനികളെ ചൂഷണം ചെയ്തിട്ട് ബ്രിട്ടന് ലാഭമുണ്ടാക്കുക എന്നുള്ള ഒരു പ്രവൃത്തി അല്ലേ. അതാണ് എന്ത്? മെർക്കന്റലിസം. ഈ ഒരു സാമ്പത്തിക സിദ്ധാന്തം പ്രധാന കാരണമായിരുന്നു. അത് ശരിയാണ് കേട്ടോ. രണ്ടാമത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യന്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ് എന്നുള്ളത്. ഇത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഇതെന്താണ്ട്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അടുത്തത് 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട്
പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ഇതും എന്താണ് ഡേ, നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇതും എന്താണ്, ശരിയാണ്. അടുത്തത്, ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്കം പാസാക്കി. അതും എന്താണ്, ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് അല്ലേ, രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയായത് രണ്ടാമത്തെ ഓപ്ഷൻ. 1, 3, 4 ശരിയായത് ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തത്, ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എന്റെ സമരം. അല്ലേടേ, മെയിൻ കാഫ് എന്നത് ഹിറ്റ്ലറുടെ രചനയാണ് അല്ലേ, മെയിൻ കാഫ് എന്നത്. ഓക്കെ, അടുത്തത്, അപ്പൊ അത് ശരിയാണ്. അടുത്തത്, 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. അതും എന്താണിടേ, ശരിയാണ് അല്ലേ, അതും ശരിയാണ്. അടുത്തത്, ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഷർട്ടുകൾ ആരാണ്ടേ, മുസോളിനിയാണ് കേട്ടോ. അതാണ്, മുസോളിനിയാണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്ടേ, തെറ്റാണ് കേട്ടോ, ഹിറ്റ്ലർ അല്ല, മുസോളിനിയാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നാലാമത്തത്, ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ് അല്ലെങ്കിൽ SS എന്ന് പറയുന്നത്. അതും എന്താണ്ടേ, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാലാമത്തെ ക്വസ്റ്റിനകത്ത് ഏതാണ്, 3 മാത്രമാണ് തെറ്റ് അല്ലെ. അപ്പോൾ 1, 2, 4 ശരിയായത് ഏതാണ്, 1, 2, 4 ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബർദോളി, ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. ഇതിൽ നമുക്കറിയാം ചമ്പാരൻ 1917 ഗാന്ധിജി നടത്തിയതാണ്. ഖേദ 1918 ഗാന്ധിജി നടത്തിയതാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരവും 1918 ഗാന്ധിജി നടത്തിയതാണ് അല്ലേ. എന്നാൽ ബർദോളി സമരം 1928 ആര് നടത്തിയതാണ്ടേ, സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയതാണ്. ആരാണ്, സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയത്. അപ്പൊ ഗാന്ധിജിയുടേത് കൂട്ടത്തിൽ അല്ലാത്തത് ഏതാണ്, അപ്പൊ ബർദോളി സമരമാണ്. അപ്പോൾ ഇതില് ഗാന്ധിജിയുടെ സമരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, 2, 3, 4 ഏതൊക്കെയുണ്ട്, 2, 3, 4 ആകുമ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 77ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് മികച്ച നടൻ ആരാണ്ടേ, ജെസ്സി പ്ലമോൺസ്. അതെന്താണ്ട്, ശരിയാണ്, മികച്ച നടൻ ജെസ്സി പ്ലമോൺസ് തന്നെയാണ്. കൈൻഡ്സ് ഓഫ് കൈൻഡ്നെസ് എന്ന ഫിലിമിനാണ് കേട്ടോ. എന്താണ്, കൈൻഡ്സ് ഓഫ് കൈൻഡ്നെസ്. ഓക്കെ, അടുത്ത മികച്ച നടി ആരാണ്, എമിലിയ പെരസ് ആണ്. എന്താണ്, എമിലിയ പെരസ് ആണ്. ഇതൊരു സിനിമയാണ് കേട്ടോ. ഈ സിനിമയിലെ 4 പേർക്ക് ഒരുമിച്ച് കൊടുത്തതാണ് കേട്ടോ. അതാണ് മികച്ച നടി, 4 പേര് ഒന്നിച്ച് ചേർന്നെടുത്തതാണ്. അപ്പോൾ മികച്ച നടിയായിട്ട് ഇതിനകത്ത് എമിലിയ പെരസ്, നടിയുടെ പേര് കൊടുത്തിട്ടില്ല, ഫിലിമിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ജൂറി പ്രൈസ് ആണ്. ജൂറിയ പ്രൈസും ഈ ഒരു ഇതിനാണ്, എമിലിയ പെരസ് എന്ന ഫിലിമിനാണ്. അതും ശരിയാണ്. ഓക്കെ, അടുത്ത മികച്ച സംവിധായകൻ ആരാണ്, മിഗ്വൽ ഗോമസ് ആണ്. എന്താണ്, മിഗ്വൽ ഗോമസ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ടൂർ എന്ന ഇതിനാണ് കിട്ടിയത്. ഗ്രാൻഡ് ടൂർ എന്ന ഫിലിമിനാണ്. ഓക്കെ, ഗ്രാൻഡ് ടൂർ എന്ന ഫിലിമിനാണ് കിട്ടിയത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതില് ഈ 4 ശരിയാണ്. 4 ശരിയാവുമ്പോ എല്ലാം ശരി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് എന്താണ്ടേ, ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങൾ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഹരിതഗ്രഹ വാതകങ്ങളുമായി ബന്ധപ്പെട്ട് 1997 അല്ലെ, 1997 നമ്മുടെ ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ, അത് ഏതാണ്, ക്യോട്ടോ പ്രോട്ടോകോൾ. ഏതാണ്, ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഏതാണ്ടേ, ആനർ ഗിർന എന്ന് പറയുന്നത് നമ്മുടെ താപ്തി നദികളുടെ പോഷക നദികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ, ഏതാണ്ട് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണടേ,
അത് ഭിലായി ആണ് അല്ലേ. ഭിലായി സ്റ്റീൽ പ്ലാന്റ് എവിടെയായിരുന്നടേ? ഛത്തീസ്ഗഡിലായിരുന്നു. അപ്പൊ ഈ ഛത്തീസ്ഗഡിലെ പ്ലേസ് ആണ് ഏതെന്ന് പറയുന്നത്? ദുർഗ്. ഛത്തീസ്ഗഡിലെ ദുർഗിലായിരുന്നു എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. അപ്പൊ ഇതിന്റെ ആൻസർ ദുർഗ് ആണ്. ഓക്കെ, ഇതിലെ ദുർഗാപൂർ എന്താണ്? പശ്ചിമ ബംഗാളിലെ ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ചതാണ്. പശ്ചിമ ബംഗാളിലെ ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ചതാണ്. സുന്ദർഗഡ് എന്താണ്? ഒഡീഷയിലെ റൂർക്കേലയാണ് കേട്ടോ. ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ത്? സുന്ദർഗഡ് എന്ന് പറയുന്നത്. ബൊക്കാറോ എന്താണ്ട്? റഷ്യയുടെ സഹായത്തോടെ 1964 ജാർഖണ്ഡിലാണ് സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേര് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അല്ലേ, രാത്രികളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്നത്. അപ്പൊ എന്താണ്ട് അത്? പർവ്വതക്കാറ്റ് ആണ്. ഓക്കെ, അടുത്തത്. ധരാതലീയ ഭൂപടങ്ങൾ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ പറയുന്ന പേര് എന്താണ്? വടക്ക് തെക്ക് എന്താണ്ട്? ഈസ്റ്റിങ്സ് ആണ്. എന്താണ്? ഈസ്റ്റിങ്സ്. ഇതെന്താണ്? കിഴക്കോട്ട് പോകുന്തോറും കിഴക്കോട്ട് പോകുന്തോറും എന്താണ്? ഈ രേഖകളുടെ മൂല്യം കൂടി വരുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഇതിന്റെ മൂല്യം കൂടി വരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ധരാതലീയ ഭൂപടങ്ങൾ വരച്ചിട്ടുള്ള ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ കോണ്ടൂർ രേഖകൾ എന്താണ്ടേ? കോണ്ടൂർ രേഖകള് ഇത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരേ ഉയരത്തിലുള്ള, അതാണ് കോണ്ടൂർ രേഖകള് അല്ലെ. ഇനി നോർത്തിങ്സ് എന്താണ്ട്? നോർത്തിങ്സ് എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അല്ലെ, കിഴക്ക് പടിഞ്ഞാറ് ദിശകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഏത്? നോർത്തിങ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫോം ലൈൻ എന്ന് പറയുന്നത് എന്താണ്ട്? ഫോം ലൈൻ വെച്ചാൽ കൃത്യമായിട്ട് സർവേകൾ നടത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലെ ഏകദേശം ഉയരം വരയ്ക്കുന്നതാണ് ഏത്? ഹോം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. കർണാടകയിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണിടെ? മയിലാണ് കേട്ടോ. അതാണ് മയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം ഏതൊക്കെയാണെന്നാണ്. ഇതിൽ സെമീന്ദാരി ഉണ്ട്, റൈറ്റ് വാരി ഉണ്ട്, ഫ്യൂഡൽ ഉണ്ട്, മഹൽവാരി ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഭൂവുടമ സമ്പ്രദായങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ദ്വിമേഖല 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി ഏത്? 2 സെക്ടർ ആവുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഹൗസ് ഹോൾഡ്സും ഫേംസും ആണ് അല്ലെ. കുടുംബങ്ങളും സംരംഭങ്ങളും ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഏതാണ്? ദ്വിമേഖലാ സമ്പ്രദായത്തില് കുടുംബങ്ങളും സംരംഭങ്ങളും വരും അല്ലെ. നമ്മുടെ ഗവൺമെന്റ് സെക്ടർ വരുമ്പോ ഏതാവും? അത് 3 സെക്ടർ മോഡൽ ആവും അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന തൃതീയ മേഖല ഉൾപ്പെടുന്ന സേവനം ഏതാണെന്നാണ്. തൃതീയ മേഖല ആവുമ്പോ ഏതാണ്ട്? വാർത്താവിനിമയമാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ്, മറ്റൊന്ന് അതിന്റെ കാരണമാണ്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അതിൽ ദൃഢപ്രസ്താവന അല്ലെങ്കിൽ അസർഷൻ ഏതാണെന്ന് നോക്കാം. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘടന വ്യവസായങ്ങളുടെ പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. ഈ 2ാം പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതി ആവുമ്പോ നമ്മുടെ 56-61 അല്ലെ. PC മഹലനോബിസ് മോഡൽ അല്ലെ. ഈ മഹലനോബിസ് മോഡലിൽ എന്തായിരുന്നു? പൊതുമേഖലയ്ക്കായിരുന്നു പ്രാധാന്യം അല്ലെ. പൊതുമേഖലയ്ക്കായിരുന്നു പ്രാധാന്യം. അതുകൂടാണ്ട് എന്താണ്? ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനായിരുന്നു ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്? ശരിയാണ്. ആദ്യത്തെ ഈ അസർഷൻ ശരിയാണ്. ഇനി അടുത്ത കാരണം. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉണ്ടായിരുന്നില്ല. ഇതെന്ന് പറയുന്ന നമ്മുടെ ഈ സമയത്തല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനൊക്കെ ശേഷം നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ മോശമായിരുന്നു അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്വകാര്യ മേഖലയൊക്കെ എന്തായിരുന്നു? ദുർബലമായിരുന്നു. അതിന്റെ ഒരു പെട്ടെന്നുള്ള നമ്മുടെ നിക്ഷേപ സമാഹരണത്തിനൊന്നും നമുക്ക് വലിയ ശേഷിയില്ലായിരുന്നു. അപ്പൊ ഈ ഒരു കാരണം എന്താണ്? അതും ശരിയാണ് അല്ലെ. അപ്പോ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോ 2 പ്രസ്താവനകളും ശരിയാവുമ്പോ എയും 6ഉം ശരിയാണ്. കൂടാതെ 6 കൃത്യമായ വിശദീകരണമാണ്. അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് എന്താണ്? പ്രധാനമന്ത്രി ജൻധൻ യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത് എന്താണ്? സാർവത്രിക ബാങ്കിങ് സേവനമാണ്. അപ്പൊ എ എന്ന് പറയുന്നത് 5ാമത്തതാണ്. എ എന്ന് പറയുന്നത് 5ാമത്തതാണ്. അത് ഏതാണ്ട്? A5 ഇവിടെ കിടക്കുന്നല്ലേ. അതായത്
എ 5 രണ്ടെണ്ണം ഉണ്ട്, എയും ഉണ്ട് സിയും ഉണ്ട്. ഓക്കെ, ബാക്കി രണ്ടെണ്ണം നമുക്ക് കളയാം, 2 ഓപ്ഷൻ ബാക്കി കളയാം. അടുത്തത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത് എന്താണ്ട് ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ്. ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ്. അതും എയിലും സിയിലും ഉണ്ട്. മൂന്നാമത്തത് ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന് പറയുന്നത് എന്താണടേ? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തൽ ആണ്. ഓക്കെ, അപ്പോൾ അത് സി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ അതും എന്താണ്? എയും ഉണ്ട് സിയും ഉണ്ട് അല്ലെ. ഇനി ലാസ്റ്റ് ഡി, PM ഗ്രാമ സഡക് യോജന എന്ന് പറയുന്നത് ഗ്രാമീണ റോഡ് വികസനം ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണടേ? സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഏത് സംസ്ഥാനമാണ്? ഏതാണടേ? നമ്മുടെ രാജസ്ഥാൻ ആണ് കേട്ടോ. ഏതാണ്? രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ. PM സൂര്യകർ മുഫ്തി ബിജ്ലി യോജന പദ്ധതി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്ടേ? നമ്മുടെ സൗജന്യ നിരക്കില് വൈദ്യുതി ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ഒരു പദ്ധതിയാണ്. അപ്പൊ ഒന്നാമത്തത് ശരിയാണല്ലേ, ഇന്ത്യയില് കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന പദ്ധതി ആണ്. രണ്ടാമത്തെ എന്താണ്? ഈ പദ്ധതി പ്രകാരം വീടുകളിൽ സോളാർ പാനൽ വയ്ക്കാനുള്ള സബ്സിഡി നൽകുന്നു. അതും എന്താണ്? ശരിയാണ്. മൂന്നാമത്തത് ഈ പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും എന്താണിടെ? ശരിയാണ്. ഇനി നാലാമത്തെ എന്താണ്? സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. മുഴുവൻ ചെലവും അല്ല, സബ്സിഡിയാണ് നൽകുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. ലക്ഷ്യപ്രമേയം നെഹ്റു അംബേദ്കറും കൂടി അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അത് തെറ്റാണല്ലേ. കാരണം ആരാണ്ട് അവതരിപ്പിച്ചത്? നമ്മുടെ നെഹ്റു ആണ് അവതരിപ്പിച്ചല്ലേ. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അതും തെറ്റാണ്. നെഹ്റു ആണ് അവതരിപ്പിച്ചത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അത് ശരിയാണ്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. അതും ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്ടേ? 3ഉം 4ഉം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റികൾ അധ്യക്ഷൻ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആരാണ്ട്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഓക്കെ, അടുത്ത യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ആരായിരുന്നടേ? നെഹ്റു ആയിരുന്നു. അടുത്തത് പ്രൊവിഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ ആണോടെ? അല്ല. ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നു. ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നു. നമ്മുടെ BR അംബേദ്കറിന്റെ എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണ് കേട്ടോ. എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണ്. ഓക്കെ, അടുത്തത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതും ശരിയാണ്. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി ശരിയായത് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയാണ്. 1ഉം 2ഉം 4ഉം ശരി. ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏത് എന്നാണ്. ഒന്നാമത്തത്, ഇന്ത്യയിൽ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഭാഗങ്ങൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. അതെന്താണല്ലേ? ശരിയാണല്ലേ. അത് ശരിയാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത് ഏതാണ്? പൗരത്വത്തെക്കുറിച്ചാണ്. രണ്ടാമത്തത്, 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 4 രീതിയിൽ എന്നുള്ള തെറ്റാണ്. 3 രീതിയിലാണ് പൗരത്വങ്ങൾ നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത്, 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ആ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ. അടുത്തത് 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. അതും എന്താണ്ട് തെറ്റാണ്. നമുക്ക് 5 രീതിയിൽ എന്താണ് പൗരത്വം നേടിയെടുക്കാം. 5 രീതിയിൽ പൗരത്വം നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം ശരിയാവുമ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഇതിൽ ഏതാണ് എന്നാണ്. അതിൽ ഒന്നാമത്, പാർട്ട് 4A പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പാർട്ട് 4A ഇതിനോട് കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത്. അതെന്താണടേ? ശരിയാണ് അല്ലേ.
ലോകസഭയുടെ കാലാവധി നീട്ടി എന്നുള്ളത് അതും ശരിയാണ്. കാരണം എന്താണ്, 1978 44-ാം ഭരണഗതി അനുസരിച്ച് ഇത് വീണ്ടും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആദ്യം കാലാവധി കൂട്ടുകയും പിന്നീട് ഇത് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങൾ ഉൾപ്പെടെ 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 10 എണ്ണം അല്ല, 5 എണ്ണമാണ്. അപ്പൊ ഇതെന്താണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല, അല്ല. എന്താണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ വരുത്തിയത് ഈ 42ാം ഭരണഘടനയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ മിനി ഭരണഘടന എന്ന് വിളിക്കുന്നു, അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് മിനി ഭരണഘടന എന്ന് വിളിക്കുന്നു, ഈ ഒരു ഓപ്ഷൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ 3ഉം 4ഉം തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ 1ഉം 2ഉം ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരെന്നാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരി ആയിരുന്നു. ഹർദീപ് സിംഗ് ആ സമയത്തും ഇപ്പോഴും ഹർദീപ് സിംഗ് പുരി ആണ്. ഓക്കെ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ എത്രാമത്തെ തെരഞ്ഞെടുപ്പ് ആണ് എന്നാണ് ചോദിച്ചത്. 2024 തെരഞ്ഞെടുപ്പ് എത്രാമത്തെ? 18ാമത്തെ തെരഞ്ഞെടുപ്പ് ആയിരുന്നു. ഓക്കെ, കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്ടേ അത്? വയോജനങ്ങൾക്ക് വയോജന നയമാണ്. അപ്പൊ ഏതാണ്ടേ വയോമിത്രം. ഏതാണ്? വയോമിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത്, ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും, പഞ്ചായത്ത് രാജ് ആക്ട് എത്രയുണ്ട്? 243I അല്ലെ, ആർട്ടിക്കിൾ 241I പറഞ്ഞേക്കുന്നതിന് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. രണ്ടാമത്തെ എന്തായിരുന്നടേ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്ന ഗവർണർ ആണ്. അതും എന്താണ്? ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്ടേ? ഗവർണർ ആണ്. അടുത്തത്, ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിലുന്നത്. ആണോടെ? 42ാം ഭരണഘടന ഭേദഗതി പ്രകാരമല്ല, 73ാം ഭരണഘടന അല്ലെ, 1992 73ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്ടേ? തെറ്റാണ് അല്ലെ. ഓക്കെ, അപ്പോ ഇതില് 1ഉം 2ഉം ആണ് ശരി. 1ഉം 2ഉം ശരിയായത് ബി ഓപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏത്? ഇന്ത്യയിലെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണിടെ? നമ്മുടെ കൊച്ചിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? എത്ര തൊഴിൽ ദിവസം ഉണ്ട്? 100 ദിവസങ്ങൾ ആണ്. 100 ദിവസം ഓപ്ഷൻ ആയിട്ടുള്ള ഏതാണ്ട് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ എന്താണ്? ഹരിത കേരളം ബ്രാൻഡ് അംബാസിഡർ ആരാണ്ടേ? KJ യേശുദാസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദ് ഏകർഷിയാണ്. ആനന്ദ് ഏകർഷിയുടെ ഏതാണ്ടേ? ആട്ടം എന്നതാണ് ആൻസർ. ഓക്കെ, അടുത്തത്, സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്ടേ? ഗവർണർ ആണ് അല്ലെ. വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്ടേ? ഗവർണർ ആണ്. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏത്? ഏതാണടേ? പെരികാർഡിയം. ഏതാണ്? പെരികാർഡിയം. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു. നിപ്പ ഏതാണ്ട് ഒരു വൈറസ് രോഗമാണല്ലേ. നിപ്പ ഏതാണ്? ഒരു വൈറസ് രോഗം ആണ്. ഹരിതഗ്രഹ വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാല്ലേ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രേറ്റ് ഓക്സൈഡ് ഒക്കെ എന്താണ്ടേ? ഹരിതഗ്രഹ വാതകത്തിന് ഉദാഹരണമാണല്ലേ. അപ്പൊ അല്ലാത്തത് ഏതാണ്ടേ? ഓക്സിജൻ അല്ലേ. 36C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്ടേ? താലോലം. ഏതാണ്? താലോലം. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയുണ്ട്? നമ്മുടെ നിത്യജീവിതത്തിൽ വ്യായാമക്കുറവും അമിതമായിട്ടുള്ള ഭക്ഷണവും ഒക്കെയാണ് എന്ത് കാരണം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ ഏതാണ് വ്യായാമക്കുറവും അമിതമായ ഭക്ഷണം വരുമ്പോൾ? 1ഉം
4ഉം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് ശ്വേതരക്താണുക്കൾ ഉൾപ്പെടാത്തത് ഏതാണ്ടേ ഇതിൽ ന്യൂട്രോഫിലും മോണോസൈറ്റും ലിംഫോസൈറ്റും ഒക്കെ ശ്വേതരക്താണുക്കൾ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ അല്ലാത്തവ ഏതാണ്ട് ത്രോംബോസൈറ്റ് മാത്രമാണ് അല്ലേ, ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, DNA-യിൽ നൈട്രോജിനസ് ബേസുകൾ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണടേ? ഇതിനകത്ത് യുറാസിൻ എന്താണ്ടേ? DNA അല്ല, RNA ആണ് അല്ലേ, എന്താണ് RNA. അപ്പൊ ബാക്കിയെല്ലാം DNA-യിൽ ഉൾപ്പെടുന്നവയാണ്, യുറാസിൻ ആണ് ആൻസർ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്ട് നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സൗരചൂള ഏതാണ്ട് കോൺകേവ് ദർപ്പണം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം എന്നാണ്. ഏതാണ്ടേ? ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം അഭികേന്ദ്ര ബലമാണ്. എന്താണ് അഭികേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു വസ്തു വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ കേന്ദ്രത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ബലമാണ് എന്തെന്ന് പറഞ്ഞാൽ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഏതാണ്ടേ? അഭികേന്ദ്ര ബലം ആണ്. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമായാണ് അഭികേന്ദ്ര ബലം പ്രവർത്തിക്കുന്നത്. അടുത്തത്, ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് എന്നാണ്. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്ട് ഡെസിബൽ ആണ് അല്ലെ, ഓപ്ഷൻ സി ഡെസിബൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ്ടേ? നമ്മുടെ ഇന്ത്യ ആണ് അല്ലെ. ഏതാണ്? ഇന്ത്യ. നമ്മുടെ ISROയുടെ ചാന്ദ്രയാൻ 3 അല്ലെ, ചാന്ദ്രയാൻ 3 എന്ന ദൗത്യത്തിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലഭിക്കാത്ത വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ലഭിച്ച വ്യക്തികളപ്പോ ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനും ഫെറൻ ക്ലൗസും ആൻ ലുലിയനും എന്തായിരുന്നടേ ഇതില് ലഭിച്ച വ്യക്തികളായിരുന്നു. ഓക്കെ, അപ്പൊ ക്ലോഡിയ ഗോൾഡിൻ ആണ് എന്തെന്ന് പറയുന്നത് ലഭിക്കാത്ത വ്യക്തി. ഓക്കെ, 2023 നൊബേൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി ക്ലോഡിയ ഗോൾഡിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്വോ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണടേ? ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് രാജകീയ വെള്ളം എന്ന് വിളിക്കാനുള്ള കാരണം സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ് അല്ലേ. അപ്പോൾ ഈ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെ സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന മൂലകങ്ങൾ അലോഹങ്ങളെ തിരിച്ചറിയുക. അലോഹങ്ങളെ തിരിച്ചറിയാൻ ഒരു പാടുമില്ല. ഏതാണ്ട് കാർബണും നൈട്രജനും ആണ് അല്ലെ. അലോഹങ്ങൾ ഏതൊക്കെയുണ്ട്? കാർബണും നൈട്രജനും ആണ്. അടുത്തത്, തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്നാണ്. ഏതാണ്ട് തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഈ മാലിക് ആസിഡിൽ ആപ്പിളിൽ അടങ്ങിയതാണ് ഏതെന്ന് പറയുന്നത്? മാലിക് ആസിഡ് അല്ലേ, ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളതാണ് അല്ലേ. സിട്രിക് ആസിഡ് നമ്മുടെ നാരങ്ങ, ഓറഞ്ച് എന്നിവയിലേക്ക് അടങ്ങിയിട്ടുള്ള ഏതെന്ന് പറയുന്നത് സിട്രിക് അല്ലേ. അപ്പോൾ നമ്മുടെ ടാനിക് ആസിഡോ തേയിലയിൽ അടങ്ങിയിട്ടുള്ളവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ നമ്പർ ക്രമമല്ലാതെ വരുന്നുണ്ട്. അതായത് 2 എണ്ണം കാണുന്നില്ല, അത് ഡിലീഷൻ ആയതാണ് കേട്ടോ. PSC ആ എക്സാമിന് ഡിലീഷൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഉൾപ്പെടുത്താത്തത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 52ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തില് അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്ടേ? ഫാദർ ക്ലെമന്റ് പിയാനിയസ് ആണ് അല്ലെ. നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു 2 ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫാദർ ക്ലെമന്റ് പിയാനിസ് ആണ് സംക്ഷേപ വേദാർത്ഥത്തിന്റെ രചയിതാവ്. അടുത്ത ക്വസ്റ്റ്യനെ, നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്ടേ CJ തോമസിന്റെ നാടകം? അവൻ വീണ്ടും വരുന്നു CJ തോമസിന്റെ നാടകമാണ്. 1128 ക്രൈം 27 അതും CJ തോമസിന്റെ നാടകങ്ങൾ ആണ്. അപ്പൊ ഏതൊക്കെയുണ്ട്? 2ഉം 4ഉം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യ ആലയ ചന്ദ്രിക. മനുഷ്യ ആലയാവുമ്പോ എന്താണ്ട് വീട് അല്ലെ. അപ്പൊ നമ്മുടെ ഗാർഹിക വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയുണ്ട് കഥകളി വാദ്യങ്ങള്? ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധ മദ്ദളം. ഓക്കെ, ഇത് 55A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയുണ്ട്? സമ്പർക്ക ക്രാന്തിയും മുഴക്കവുമാണ്. അപ്പൊ 1ഉം 3ഉം C ആണ്, ഓപ്ഷൻ C ആണ്
ആൻസർ. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്ട് ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. ഓക്കെ, അത് രാജ ഫലേന്ദ്ര സിംഗ് ട്രോഫി എവിടെയുണ്ട്? ആർക്കാണ് ലഭിച്ചത്? മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. അതെന്തായിരുന്നേ? ശരി ഉത്തരമാണ് അല്ലേ. 2023 ദേശീയ ഗെയിംസിൽ മഹാരാഷ്ട്രയ്ക്കല്ലേ ലഭിച്ചത്. ഓക്കെ, അടുത്ത 2023 ദേശീയ ഗെയിംസ് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. അതും എന്താണ്? ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തൽ കേരളത്തിന് താരം സജൻ പ്രകാശ് സ്വർണം നേടി. അതും എന്താണിടേ? ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ എല്ലാം ശരി. 1, 2, 3 ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? നമ്മുടെ കമ്പ്യൂട്ടർ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകൾ ഡ്രാഫ്റ്റുകൾ എന്ന് വെച്ചത്, ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് അയച്ചതും എന്നാൽ ഡെലിവർ ആവാത്തതുമാണോ? അല്ല അല്ലേ. നമ്മൾ അയക്കാത്ത മെയിലുകളെയാണ് എന്തെന്ന് പറയുന്നത്? അയച്ചതല്ല, അയക്കാത്ത മെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ വരുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്താണ്ടേ? തെറ്റാണ് അല്ലേ. അടുത്തത് BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അല്ലെ. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നത് ശരിയാണ്. അടുത്തത്, ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകാം അല്ലേ. തീർച്ചയായും ഒരുപാട് അറ്റാച്ച്മെന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2ഉം 3ഉം എന്താണിടേ? ശരിയാണ്. അപ്പോൾ 1 മാത്രമാണ് തെറ്റ്. അപ്പോ ഇതില് ഏതാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ 2ഉം 3ഉം ഓപ്ഷൻ ഏതാണ്ടേ? സി അല്ലേ. സി ആണ് ശരി. അടുത്തതും കമ്പ്യൂട്ടർ പോർഷൻ ആണ്. മെറ്റാ ഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിന് HTML ടാഗ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്ട് HTML ടാഗ്? ഇതെല്ലാം HTML ടാഗ് ആണ്. അതിൽ ഏതാണ്? മെറ്റാ ഡേറ്റ, ശീർഷകം, സ്റ്റൈല് എന്നിവ ഏതാണ്ട് ഹെഡ്. ശീർഷകം എന്നുള്ളത് തന്നെ നമുക്ക് വരുമ്പോൾ മനസ്സിലാവും അല്ലെ. ശീർഷകം വരുമ്പോൾ ഹെഡ്. ഓക്കെ. അടുത്തത്, IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ശിക്ഷ പറയുന്നത് ഏതിലാണ്ടേ? 66F കേട്ടോ. 66F. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു കേട്ടോ. അല്ല, 63ാമത്തെ ക്വസ്റ്റ്യൻ, പാന്തർ, ജാഗോർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതിന്റെ? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ് ഏതെന്ന് പറഞ്ഞാൽ പാന്തർ, ജാഗോർ, പ്യൂമ, ചീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഏതാണിടേ? നമ്മുടെ വകുപ്പ് 5/2 ആണ്. ഓക്കെ, 5/2 ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് പറയുന്നത്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡേഷ് കഴിയുന്നെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. എത്ര എമൗണ്ട് കഴിഞ്ഞാലാണെന്ന് വെച്ചാൽ 50 ലക്ഷമാണ്. ഏതാണ്? ഓപ്ഷൻ ഡി 50 ലക്ഷം ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആരാണ്ടേ? നമ്മുടെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് അല്ലേ. നമ്മുടെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് ആര്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസാക്കാൻ കഴിയുക? ഏതാണിടെ പാസാക്കാൻ കഴിയുന്നത്? സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഈ മുകൾ പറഞ്ഞവയെല്ലാം, ഇതെല്ലാം ഈ മൂന്നെല്ലാം, ഈ മുകൾ പറഞ്ഞവയെല്ലാം എന്താണ്? നമുക്ക് ആർക്ക്? മജിസ്ട്രേറ്റിന് പാസാക്കാൻ കഴിയുന്നവയാണ് അല്ലേ. അപ്പോൾ ഈ മുകൾ പറഞ്ഞവയെല്ലാം എന്നതാണ് ആൻസർ. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിൽ ആണ്? ഏതാണിടെ? മാർച്ച് 15 ആണ്. ഏതാണ്? മാർച്ച് 15. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയില് മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള നിയമം പാസാക്കിയത് പുതിയ നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ടേ? അതായത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനം 2007 പാസാക്കിയ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും എന്ന നിയമമാണ്. ഓക്കെ. അപ്പൊ 70ാമത്തെ ആൻസർ എ ആണ്. അപ്പോ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് ഇവിടെ കഴിയുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.